ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോഴത്തേക്ക് ഏത് തരത്തിലുള്ള മരണം കാരണം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇതിൽ പോസ്റ്റ്മോർട്ടത്തിന്റെ എന്തെങ്കിലും റിപ്പോർട്ട് പോലീസിന് മുന്നിലുണ്ടോ? ഇത് സ്വാഭാവികമാണോ അസ്വാഭാവികമാണോ? അത് 3 റിസൾട്ട് കിട്ടാനുണ്ട്. ആ റിസൾട്ട് കിട്ടിയാലേ അത് പറയാൻ പറ്റുള്ളൂ. നമ്മുടെ മുന്നിൽ റിപ്പോർട്ടില്ല. പ്രാഥമികമായിട്ടൊന്നും പറയാൻ പറ്റില്ല. ഒരു റിപ്പോർട്ട് ഗോപൻ സ്വാമിയുടെ മരണം സ്വാഭാവിക മരണമാണെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളെല്ലാവരും കുറച്ച് ദിവസമായിട്ട് ഈ ഒരു വിഷയമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ മനുഷ്യൻ എങ്ങനെയാണ് മരിച്ചത്, അത് നമുക്ക് എല്ലാവർക്കും അറിയണമെന്ന്, പ്രത്യേകിച്ച് നാട്ടുകാർക്ക് ഉൾപ്പെടെ എല്ലാവർക്കും അറിയേണ്ട ഒരു അവകാശമുണ്ട് ഈ ഒരു കാര്യത്തിൽ, അല്ലേ? അപ്പോൾ എന്തായാലും ഇത് സ്വാഭാവിക മരണമാണെന്നാണ് ഇപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് ഉൾപ്പെടെ വരുന്ന റിപ്പോർട്ട് അനുസരിച്ച്. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി ഒരാഴ്ചയും കൂടെ കാത്തിരിക്കാം എങ്ങനെയാണ് പുള്ളിക്കാരൻ മരിച്ചതെന്ന് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ. അതായത് ഇനി വിഷം വല്ലതും ചെന്നിട്ടുണ്ടോ, അതായത് ഇൻസുലിൻ്റെ അളവുകൾ വല്ലതും കൂടിയിട്ടുണ്ടോ, അതൊക്കെ അറിയണമെങ്കിൽ അതിൻ്റേതായിട്ടുള്ള സമയമുണ്ട്. പക്ഷേ ഇപ്പം പ്രാഥമിക റിപ്പോർട്ട് അനുസരിച്ച് പുള്ളിക്കാരൻ നോർമൽ ആയിട്ടുള്ള ഒരു ഡെത്ത് ആയിരുന്നു. ഓക്കെ, അപ്പം ഇനി ഈ സമാധിയുടെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ബേസിക്കലി തോന്നുന്നില്ല ഇത് സമാധി എന്ന് പറയുന്ന ഒരു സംഭവമാണ് എന്ന്. അതായത് ഒരു പക്ഷേ ആ പുള്ളി വീട്ടിനകത്ത് ഇരുന്നിട്ടായിരിക്കാം മരിച്ച സമയത്ത് ഒരു അച്ഛൻ്റെ ആഗ്രഹം നിറവേറ്റാൻ വേണ്ടി ഈ 2 മക്കൾ സമാധി ഇരുത്തിയതായിരിക്കാം, സമാധി ഇരുത്തി അടക്കം ചെയ്തതായിരിക്കാം. അങ്ങനെ ആവാനായിരിക്കും ചാൻസ്. കാര്യം ഇത് പ്രൂവ് ചെയ്യാൻ അവരുടെ കയ്യിലും തെളിവില്ല, നമ്മുടെ കയ്യിലും തെളിവില്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമുക്കിതൊന്നും തറപ്പിച്ച് പറയാൻ പറ്റത്തില്ല. ഇപ്പൊ കുറെ ആൾക്കാർ ഈ ഒരു വാർത്ത വന്നതിന് ശേഷം കംപ്ലീറ്റ് ആയിട്ട് തിരിഞ്ഞിരിക്കുവാണ്. എല്ലാവരും ഇപ്പം തിരിയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാർക്കെതിരെ ഭീഷണിയൊക്കെയാണ് പറയണത്. കാൽ തല്ലി ഓടിക്കും. നിങ്ങൾ പല കമന്റ് ബോക്സും എടുത്ത് നോക്കണം. നാട്ടുകാരുടെ കഴപ്പങ്ങ് തീർന്നല്ല, നിനക്കൊക്കെ എന്തൊരു അഹങ്കാരമായിരുന്നു. പിന്നെ വീഡിയോ ചെയ്യുന്ന ആൾക്കാർക്കെതിരെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. കാര്യം ഇവന്മാർ എവിടെയായിരുന്നു ഇത്രയും ദിവസം എന്ന് എനിക്കറിയാൻ വയ്യ. ഇതിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള റിപ്പോർട്ട് വരുന്നതിന് മുന്നേ തന്നെ ഇവന്മാരെല്ലാവരും അങ്ങ് ചാടി കടിക്കാനായിട്ട് വരുവാണ്. നമ്മുടെ നാട്ടിലൊരു നിയമമുണ്ട്. ആ നിയമം നമ്മൾ ഫോളോ തന്നെ ചെയ്യണം. ആ നിയമം ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഇവർക്ക് ഈ ഒരു അവസ്ഥ വരത്തില്ലായിരുന്നു. പ്രത്യേകിച്ച് ഇപ്പം പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോകേണ്ട കാര്യം പോലും ഇല്ലായിരുന്നു. അതായത് ഒരു ഡോക്ടറെ വിളിച്ച് സർട്ടിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഇവർ ഈ പറയുന്ന കാര്യം എല്ലാവരും വിശ്വസിച്ചാണ്. പക്ഷേ ഇപ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചത്? ഇവരൊരു കാര്യങ്ങളും അംഗീകരിക്കാത്തതിൻ്റെ പേരിലാണ് ഈ ഒരു വിഷയം ഇത്രത്തോളം വഷളായത്. പ്രത്യേകിച്ച് കോടതി തന്നെ പറഞ്ഞത് ആ കല്ലറ പൊളിച്ചേ പറ്റത്തോളന്ന്. അതിന് നമ്മളെല്ലാവരും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. പ്രത്യേകിച്ച് എൻ്റെയൊക്കെ കമൻറ്റ് ബോക്സിലൊക്കെ ചീത്തോളി വരുന്നുണ്ട്. കാര്യം നമ്മളെയൊക്കെ പറഞ്ഞിട്ട് എന്തോ കാര്യം? കാര്യം എല്ലാവരും ഏത് മനുഷ്യനും ഈ ലോകത്തുള്ള ബുദ്ധിയും വിവരമുള്ള ആൾക്കാർക്ക് ഇന്നത്തെ കാലത്ത് ഇങ്ങനെയൊക്കെ മരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും അങ്ങോട്ട് വിശ്വസിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അത് വിശ്വസിക്കുന്ന കുറേ മണ്ടന്മാർ കാണുമായിരിക്കാം. എന്തായാലും ഗോപൻ സ്വാമിയെ നാളെ രാജകീയമായിട്ട് സമാധി അടക്കം പോവുകയാണ് അവരുടെ വീട്ടിന്റെ പുരയിടത്തിൽ തന്നെ. എന്തായാലും നമുക്ക് ഈ പറയുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലേക്ക് നമുക്ക് പോവാം. പോലീസുകാർക്ക് എന്താണ് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളത് നമുക്ക് കേൾക്കാം. ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോഴത്തേക്ക് ഏത് തരത്തിലുള്ള മരണം കാരണം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇതിൽ പോസ്റ്റ്മോർട്ടത്തിന്റെ എന്തെങ്കിലും റിപ്പോർട്ട് പോലീസിന് മുന്നിലുണ്ടോ? ഇത് സ്വാഭാവികമാണോ അസ്വാഭാവികമാണോ? അത് 3 റിസൾട്ട് കിട്ടാനുണ്ട്. ആ റിസൾട്ട് കിട്ടിയാലേ അത് പറയാൻ പറ്റുള്ളൂ. നമ്മുടെ മുന്നിൽ റിപ്പോർട്ടില്ല. പ്രാഥമികമായിട്ടൊന്നും പറയാൻ പറ്റില്ല. ഒരു സ്വാഭാവികമാണോ എന്നുള്ളത് പറയാൻ പറ്റത്തില്ല. പോലീസുകാരനാണ് ഈ പറയണത്. സ്വാഭാവികമാണോ അസ്വാഭാവികമാണോ എന്ന് നിലവിൽ ഇപ്പോൾ ഇതുവരെയും പറയാൻ പറ്റില്ല എന്നാണ് പറയണത്. ഓക്കെ, കാള പറ്റുമെന്ന് കേൾക്കുമ്പോൾ കയറെടുക്കുന്ന കുറേ വായ്നോക്കികളടുത്താണ് പറയാനുള്ളത്. ഒരു കാര്യമില്ലാതെ ആവശ്യമില്ലാത്ത വർഗീയത കുത്തി നിറയ്ക്കാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക. അവരെ ആദ്യമേ പറഞ്ഞ് മനസ്സിലാക്കുക. ഈ നാട്ടിൽ നിയമവും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അതിനനുസരിച്ച് നമുക്ക് നാട്ടിൽ ജീവിക്കാൻ പറ്റത്തുള്ളൂ. അത് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക. അല്ലാതെ നമ്മളെ ആരെയും വന്ന് ചീത്ത വിളിച്ചിട്ടോ അല്ലെങ്കിൽ നാട്ടുകാരെ തെറി പറഞ്ഞിട്ടോ യാതൊരു പ്രയോജനവും ഇല്ല. കാര്യം പോലീസുകാർ തന്നെ പറയുന്നുണ്ടല്ലേ, സ്വാഭാവിക മരണമാണോ അസ്വാഭാവിക മരണമാണോ എന്ന് ഇതുവരെയും കൺഫേം ചെയ്യാൻ പറ്റത്തില്ല എന്ന്. അതായത് അതിന്റെ കംപ്ലീറ്റ് റിപ്പോർട്ട് ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. ഈ യാന്ത്രിക അവയവങ്ങളുടെ അതെല്ലാം എടുത്തിട്ടുണ്ട്. അതെല്ലാം ടെസ്റ്റിന് വേണ്ടി എടുത്തിട്ടുണ്ട്. ഹിസ്റ്റോപത്തോളജിക്കൽ റിപ്പോർട്ടും കെമിക്കൽ റിപ്പോർട്ടും FSL റിപ്പോർട്ടും കിട്ടിയാൽ മാത്രമേ പറയാൻ പറ്റൂ. അതിനുശേഷമായിരിക്കും പോലീസ് മുന്നോട്ട് പോകുക. അതെ, അതിനുശേഷമായിരിക്കും മറ്റന്വേഷണങ്ങൾ നടക്കും. ബാക്കി അന്വേഷണങ്ങൾ നടക്കും. ഈ റിസൾട്ട് കിട്ടിയതിന് ശേഷമായിരിക്കും സ്വാഭാവികമാണോ അസ്വാഭാവികമാണോ എന്നുള്ള രീതിയിൽ പോകും. അപ്പോൾ നിലവിൽ ഒരു തരത്തിലേക്കുള്ള നിഗമനത്തിലും പോലീസ് എത്തിയിട്ടില്ല. നിഗമനത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പ്രത്യേകിച്ച് ഒരു നിഗമനത്തിൽ എത്തിയിട്ടില്ല. അന്വേഷണ പുരോഗതി അടിസ്ഥാനത്തിൽ എന്താണ് നമ്മുടെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം അയാളെ കണ്ടെത്തുക എന്നുള്ളതായിരുന്നു. അയാളെ കണ്ടെത്തി. അയാളുടെ മരണം സംഭവിച്ചു. ആ മരണം എങ്ങനെയുള്ളത് എന്ന് കണ്ടെത്തുന്നതിലേക്ക് വേണ്ടിയാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത്. ആ പോസ്റ്റ്മോർട്ടത്തിന്റെ റിസൾട്ട് കിട്ടിയാലേ ബാക്കി കാര്യങ്ങൾ ഒരു മൊഴിയെടുക്കൽ തെളിവെടുപ്പൊക്കെ മൊഴിയെടുക്കലെല്ലാം ഉണ്ടാവും. അപ്പോൾ ആദ്യഘട്ടത്തിൽ ഈ 2 മക്കളും അമ്മയും പറഞ്ഞ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് അന്വേഷണം നടത്തും. വൈരുദ്ധ്യങ്ങളുണ്ട്, അതിനെക്കുറിച്ച് അന്വേഷണം നടത്തും. അതിൽ ഏറ്റവും പ്രശ്നം നിൽക്കുന്നത് ഈ ഇദ്ദേഹം തനിയെ നടന്നുപോയി എന്നും അല്ലാതെയും ഒക്കെയുള്ള പലതരം അഭിപ്രായങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. അത് സ്ഥിരീകരിക്കേണ്ടതല്ലേ ആ വിഷയത്തിൽ? അതിൽ കണ്ടെത്തും. സുഖമില്ലാതെ ബെഡ് റിഡനായിട്ട് കിടന്ന ഒരു മനുഷ്യൻ എങ്ങനെ അവിടം വരെ നടന്നു പോയി ചെമ്മണങ്കാല് പൂട്ടിയിട്ട് ആ കല്ലറയിൽ ഇരിക്കുമെന്നുള്ളൊരു ചോദ്യം ഇപ്പോഴും ബാക്കിയാണ്, അല്ലേ? അതിനൊരു പ്രോപ്പർ ആൻസർ ഇവർ ആരും തന്നിട്ടില്ല. അത് മാത്രമല്ല, കാലിലെങ്ങാണ്ട് കുപ്പിയോടെങ്ങാണ്ട് കൊണ്ടിട്ട് ഹോസ്പിറ്റലിലെങ്ങാണ്ട് കൊണ്ടുപോയിട്ടുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്നൊരു സാഹചര്യത്തിൽ എങ്ങനെയാണ് അവിടെ പോയിട്ട് സമാധി ഇരിക്കുന്നത്? ആ ഒരു ചോദ്യം എല്ലാവർക്കും ഉണ്ട്. ഇതിനൊന്നും ഒരു കറക്റ്റായിട്ടുള്ളൊരു ആൻസർ ഇല്ല. അത് മാത്രമല്ല, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിപ്പോർട്ട് വന്നിട്ടില്ല.
വന്നതിന് ശേഷം ഈ പറയുന്ന നാട്ടുകാരെയൊക്കെ ചീത്ത വിളിക്കാനായിട്ട് കയറുന്നു. ഓക്കെ, പിന്നെ നമ്മളെയൊക്കെ ചീത്ത വിളിച്ചോ, യാതൊരു പ്രശ്നവുമില്ല. പക്ഷെ ഒരു ബോധവും ഇല്ലാതെ വന്നിരുന്നിട്ട് അത് ഇത് വന്നിരുന്ന് സംസാരിക്കാതിരിക്കാൻ നോക്കുക. ഇപ്പം നിങ്ങൾ എല്ലാ കമന്റ് ബോക്സും എടുത്ത് നോക്കണം, ഈ സംഭവം നേരെ അങ്ങ് മാറുവാണ്, വേറെ ലെവലിലോട്ട് ഇത് കൊണ്ടുപോവാണ്. കാര്യം ആ നാട്ടിൽ ഇനിയിപ്പോൾ ഒരു സംഘർഷാവസ്ഥയും കൂടെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് അങ്ങ് സമാധാനമാവും എല്ലാവർക്കും കൂടെ. എന്തായാലും മെഡിക്കൽ കോളേജിൽ വെച്ചിട്ട് ഗോപൻ സ്വാമിയുടെ മകനും ഈ പറയുന്ന ഹിന്ദു ഐക്യവേദിയും കൂടെ കൊടുത്ത വാർത്താ സമ്മേളനമുണ്ട്, അതൊന്നും നമുക്കൊന്ന് കണ്ടു നോക്കാം. നാളെ 3-നും 4-നും ഇടയ്ക്ക് എല്ലാ മഠാധിപതികളുടെ സാന്നിധ്യത്തിൽ ഒരു മഹാസമാധി ആണ് തീരുമാനിച്ചിരിക്കുന്നത്. നാളെ വൈകുന്നേരം 3-നും 4-നും ഇടയ്ക്ക് ഇവിടുന്ന് നിംസ് ഹോസ്പിറ്റൽ നാളെ നമ്മൾ ഇത് ചെയ്യും. വലിയ ചടങ്ങാണ്. ആചാരപ്രകാരം ഒരു സാധുവിന് കിട്ടിയ അവഹേളന ഈ ജനസമൂഹം ഒന്നിച്ചേറ്റുവാങ്ങി അത് അദ്ദേഹത്തിന് മാന്യമായ ഒരു അംഗീകാരം കൊടുക്കുന്ന രീതിയിലുള്ള വലിയ ചടങ്ങാണ് പ്ലാൻ ചെയ്യുന്നത്. ഇപ്പൊ ഡോക്ടർമാരുമായി സംസാരിച്ചാണ് അത് പോലീസ് പറഞ്ഞാണോ സ്വാഭാവികം? അല്ല, സ്വാഭാവികം എന്നുള്ളത് പോലീസും ഡോക്ടറും പറഞ്ഞ കാര്യം തന്നെ. ഇനി അതിന്റെ മറ്റു പരിശോധനകളൊക്കെ സ്വാഭാവികമായിട്ട് കാണുമല്ലോ. ഇനി അതുകൊണ്ടാണ് ചോദിച്ചത്, കാരണം രാസപരിശോധന ഫലം വരാനുണ്ട്. അപ്പൊ അതൊക്കെ വരുന്നതിന് മുമ്പ് അത് 2 ആഴ്ച കഴിഞ്ഞിട്ടേ വരുള്ളൂ. പ്രാഥമികമായിട്ട് ഈ മകൻ പറഞ്ഞത് തന്നെയാണ് എല്ലാം നടന്നിരിക്കുന്നത്. കുടുംബം എന്താണോ പറഞ്ഞത്. ഒരു കാര്യം ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ ഗോപൻ സ്വാമിയുടെ സമാധി അതേ ഒരു മഹാസമാധിയായിരുന്നു നടന്നത്. ഇപ്പം ഇവർക്ക് എല്ലാവർക്കും ഒരു വോയിസ് ഉണ്ട്. ഇന്നലെ ഈ പറയുന്ന കോടതി വിധി വന്നപ്പം ഇവരെ ആരെയും എങ്ങും കണ്ടില്ല. ഓക്കെ, എന്തായാലും ഇപ്പൊ അവര് പറയുന്നത് സത്യമാണെന്ന് മനസ്സിലായി. അതായത് ആ മനുഷ്യൻ കല്ലറയിൽ അങ്ങനെയായിരുന്നു ഇരുന്നത്. അപ്പോഴത്തേക്ക് ഇവരെല്ലാവരും ഉറപ്പിച്ചു അതൊരു സമാധിയാണ്, ആ മനുഷ്യൻ അങ്ങനെ തന്നെ ഇരുന്ന് മരിച്ചതാണ്. പക്ഷേ ഇവരുടെ മൊഴികളിൽ വൈരുദ്ധ്യമുള്ള ഒരു കാര്യം ഇവരെല്ലാവരും മറന്നു പോകുന്നു. പലരും പലപ്പോഴും പലതാണ് പറയണത്. അതൊക്കെ ആദ്യമേ സത്യമാണോ അല്ലയോ എന്ന് നിങ്ങൾ ആദ്യം കണ്ടുപിടിക്കുക. അതിനുശേഷം പോരെ ഇത്തരത്തിലുള്ള ഡയലോഗൊക്കെ പറയുന്നത്. നല്ലൊരു ആ മനുഷ്യന്റെ ആഗ്രഹത്തോടുകൂടി തന്നെ ഇങ്ങനൊരു സമാധി അടക്കം ചെയ്യുന്നത് നല്ലൊരു കാര്യം. എന്തായാലും നാളെ അത് നല്ല രീതിയിൽ തന്നെ അത് ചെയ്യട്ടെ. ഇനി നമ്മൾ ആരായിട്ടും ഇനി അതിനകത്ത് കുറ്റം പറയാനോ എടുക്കാനോ വരുന്നില്ല. പക്ഷെ ആ മനുഷ്യനെ എങ്ങനെ മരിച്ചു എന്നുള്ളതിൻ്റെ മെയിനായിട്ടുള്ള ഒരു ഡീറ്റെയിൽ റിപ്പോർട്ട് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ആ റിപ്പോർട്ടും കൂടി വന്നതിന് ശേഷം കുറേ കാര്യങ്ങൾക്ക് വ്യക്തതയാവും. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ആ ഒരു മരണകാരണം അറിയുന്നത് എന്തുകൊണ്ട് നല്ലതായിരിക്കും. ഒരു മഹാസമാധിയായിരുന്നു നടന്നത്. ആ സമാധിയെ മനഃപൂർവ്വം ചില ആൾക്കാര്, സങ്കുചിത വിഭാഗക്കാര് അതിനെ ഇല്ലാതാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇത് ഏറ്റവും വലിയ മഹാസമാധിയായിരുന്നു. പക്ഷെ അദ്ദേഹം ഒരു സാധുവായിരുന്നു. ഒരു പിന്നാക്ക ജനവിഭാഗത്തിൽപ്പെട്ട ആളായിരുന്നു. അല്ല, ഞാൻ പറഞ്ഞു തരട്ടെ, അതിനെ നിങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് വിവാദമാക്കുകയാണ് ചെയ്തത്. ഇത് ചരിത്രം, ഇത് മാപ്പ് തരില്ല എന്നാണ് ഞങ്ങൾക്ക് ഇതിനെ സംബന്ധിച്ച് സൂചിപ്പിക്കാനുള്ളത്. ഇതെങ്ങനെയാണ് വിവാദമായത്? അച്ഛൻ മരിച്ചു എന്നുള്ള രീതിയിൽ അവർ ഫ്ലക്സ് അടിക്കുകയും അവിടെ നോട്ടീസ് അടിക്കുകയും ഒക്കെ വന്നപ്പോഴത്തേക്ക് ആൾക്കാർക്ക് സംശയം തോന്നി. അതൊരു മാൻ മിസ്സിങ്ങിന് കൊണ്ടുപോയി അവർ കേസ് കൊടുത്തു. ആ സമയത്ത് പോലീസുകാർ ഇത് അന്വേഷിക്കാൻ വന്ന സമയത്ത് ഈ പറയുന്ന അച്ഛൻ മരിച്ചതായിട്ടുള്ള ഒരു രീതിയിലുള്ള രേഖകളോ കാര്യങ്ങളോ അവരുടെ കയ്യിലില്ല. അതിന് മുന്നേ അവരെടുത്ത് അടക്കിയെന്നാണ് പറയണത്. അച്ഛൻ സമാധിയായിരുന്നു. ഇന്നത്തെ കാലത്ത് ഇത് ആരെങ്കിലും വിശ്വസിക്കുമോ? ഇപ്പം ഈ പുള്ളി പറയുന്നത് അവിടെ ഒരു മഹാസമാധിയാണ് നടന്നതെന്ന്. കോടതി പോലും പറഞ്ഞ എന്തുവാ, ഡെത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്ന്. കോടതിക്ക് അപ്പുറമാണോ ഈ പറയുന്ന ആൾക്കാരല്ല? കോടതിയല്ലേ ഫൈനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പറയൂ, ഈ മഹാസമാധിയിലേക്ക് ഉത്തരവാദികളായിട്ട് ഹേതുവാക്കിയിട്ടുള്ള ആൾക്കാര് അവര് മാപ്പ് പറയണമെന്ന് പറയും. പറഞ്ഞോളൂ. എന്താണ് എന്താണ് പോലീസ് എന്താണ് ഇപ്പോൾ ശരി, പറയൂ. നമ്മുടെ സമാധാനപരമായിട്ട് പോകുന്ന അമ്പലത്തിൽ എൻ്റെ അച്ഛൻ സമാധിയായി. എൻ്റെ അച്ഛൻ സമാധിയായത് ഈ മഹാസമാധിയാണെന്ന് വേണം പറയാൻ. ഇതിന് തടസ്സം നിന്നവർക്ക് വേണ്ടി നിയമപരമായി നടപടികൾ എടുക്കണം. നിയമപരമായി നടപടികൾ എടുത്തേ പറ്റൂ. ഓക്കെ, അപ്പൊ എന്തായാലും ഇതിനെതിരെ നിയമ നടപടി എടുക്കുമെന്നാണ് പറയണത്. അതായത് അച്ഛൻ സമാധിയായതാണ്, അപ്പൊ ഇതിന് തടസ്സം നിന്ന ആൾക്കാർക്കെതിരെ നിയമ നടപടി എടുക്കുമെന്ന്. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ കോടതി എന്തിനാണ് ഈ കല്ലറ പൊളിക്കാനായിട്ട് വിധിച്ചത്? അതാണ് എൻ്റെ ഒരു ചോദ്യം. എങ്ങനെയാണ് നിയമ നടപടി എടുക്കാൻ പറ്റുന്നത്? കാര്യം കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസുകാർ ഉൾപ്പെടെ ഈ കേസ് അന്വേഷിച്ചത്. പിന്നെ എങ്ങനെ നിയമ നടപടി എടുക്കുമെന്നാണ് എനിക്ക് പിടികിട്ടുന്നില്ല. അതായത് ആ കല്ലറ മുന്നിൽ കിടന്ന് മുസ്ലിങ്ങളെ ഉൾപ്പെടെ വേണ്ടാത്ത ഇല്ലാത്ത അനാവശ്യങ്ങളും കാര്യങ്ങളും എല്ലാം പറഞ്ഞ ഈ ഒരു വ്യക്തിയല്ലേ. പിന്നെ എന്തിന് വർത്താനമാണ് ഈ സംസാരിക്കുന്നത്? ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഒരിക്കലും നമുക്ക് യോജിക്കാൻ പറ്റാത്തത്. ഇതിനൊക്കെയാണ് നമ്മളെല്ലാവരും പ്രതികരിക്കുന്നത്. എന്തായാലും ബാക്കിയോടെ കാണാം. മഹാസമാധിയാണ്. താങ്കൾ പറഞ്ഞതെല്ലാം ശരിയായി വരുന്നു എന്നാണോ പറയുന്നത്? അതെ, തീർച്ചയായിട്ടും. അതെ 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 അത് ഇത്രയേ ഉള്ളൂ. ഇതിലിനി നമുക്ക് ഇതിലിപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് മുന്നോടിയായിട്ട് നിന്നത്
വിഷ്ണുപുരം വിഷ്ണുപുരം സനന്തൻ പറഞ്ഞത് തന്നെയാണ്. ഈ കഴിഞ്ഞ 3-4 ദിവസമായിട്ട് ഒരു കുടുംബത്തെ വളഞ്ഞിട്ട് ആക്രമിക്കുകയായിരുന്നു. ആ കുടുംബം പറയുന്ന ഒരു കാര്യം പോലും, അതിൽ 1% പോലും നിങ്ങൾ ആരും വിശ്വസിക്കാൻ തയ്യാറായില്ല. ആ കുടുംബത്തിനോട് സത്യം റിപ്പോർട്ടർമാർ ചോദിക്കുക, സമാധി സർട്ടിഫിക്കറ്റ് എവിടെ എന്ന് വരെ ചോദിച്ച് ആ ഒരു കുടുംബത്തെ ഇങ്ങനെ വേട്ടയാടാമോ? സമാധി സർട്ടിഫിക്കറ്റ് എവിടെ? അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടോ? സമാധി സർട്ടിഫിക്കറ്റ്. അപ്പൊ ആ കുടുംബത്തെ ഇങ്ങനെ നിങ്ങൾ വേട്ടയാട്. അത് വളരെ വിദ്യാഭ്യാസമൊക്കെ കുറഞ്ഞ ആൾക്കാർ, അവരുടെ വായിൽ നിന്ന് എന്തെങ്കിലും ഒരു പാകപ്പിഴ വന്നാൽ പോലും അതിനെ ഇങ്ങനെ വേട്ടയാടിയിരുന്നു. തീർച്ചയായിട്ടും വളരെ വിഷമമുണ്ട്. എന്നാലും ഈ ഒരു അവസരത്തിൽ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. കുടുംബം എന്താണോ പറഞ്ഞത് അത് ശരിയാണ്, സത്യമാണ് എന്ന് തെളിയുകയാണ്. ഇന്നലെ ഇവരൊരു മീഡിയയ്ക്ക് ബൈറ്റ് കൊടുക്കുന്നതിനിടയിൽ ഈ സമാധി സർട്ടിഫിക്കറ്റിനെ പറ്റി പറയുന്നുണ്ട്. അതൊരു ഭയങ്കര കോമഡി ആയിട്ടുള്ള സാധനമാണ്. എന്തായാലും അവരുടെ കയ്യിൽ തെളിയിക്കാനായിട്ട് പ്രത്യേകിച്ച് ഒരു സാധനമില്ല. സമാധിയുടെ സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ ഡെത്ത് സർട്ടിഫിക്കറ്റോ ഇങ്ങനെയുള്ള ഒരു പരിപാടി അവരുടെ കയ്യിലില്ല. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഒരു മരണം അവിടെ നടന്നു എന്ന് നമുക്ക് എല്ലാവർക്കും വിശ്വാസം വരുന്നത്? പ്രത്യേകിച്ച് കോടതി എങ്ങനെ വിശ്വസിക്കും? ഓക്കെ, അപ്പോൾ ഇതാണ് സംഭവം. എന്തായാലും നാളെ രാജകീയമായിട്ട് തന്നെ ഗോപൻ സ്വാമിയെ അവിടെ സമാധി അടക്കം ചെയ്യുമെന്നാണ് ഇപ്പം ഹിന്ദു ഐക്യവേദി പറഞ്ഞിരിക്കുന്നത്. നല്ല കാര്യം, പുള്ളിയുടെ ആഗ്രഹത്തോടു കൂടി തന്നെ നടക്കട്ടെ. ഈ പറയുന്ന ഗോപൻ സ്വാമിയെ ഇനിയിപ്പോൾ അങ്ങനെ അടക്കിയതിന് ശേഷം കുറേ ആൾക്കാർ പറയുന്നു അവിടെ തൊഴുവാനും അതിനി ഭയങ്കര രീതിയിൽ ഭക്തിയുടെ മാർഗത്തിൽ കൊണ്ടുപോകാനും അങ്ങനെയൊക്കെയുള്ള ഒരു ഭയങ്കര ചാൻസ് ഉണ്ട് എന്നൊക്കെ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട്. എന്തായാലും നിങ്ങൾ അതിനെ പറ്റിയിട്ടുള്ള ഒരു അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.